ആറ്റിറ്റ്യൂഡ് ഒന്ന് കാണിച്ചേ. ഇതാണ് ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ പുതിയ ആറ്റിറ്റ്യൂഡിലേക്ക് കിടക്കാണ്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാനെന്തിനാ? അയ്യോ ഡ്രസ്സൊന്നും കാണുന്നില്ലല്ലോ പില്ലോ വെച്ചിട്ട്. കാണണ്ട. ചൈത്താങ്കളോ എന്നെയാണോ പറഞ്ഞത്? എനിക്ക് അതിനോട് കൊറേ സംസാരിക്കാനൊക്കെ ഉണ്ട്. ഞാൻ അതിനല്ല എന്റെ വീട്ടിൽ നിന്ന് ഇത്ര ദൂരം വന്നേ. അയ്യോ വേണ്ട വേണ്ട വേണ്ട, അവിടെ ഇരുന്നാ മതി. അങ്ങനെ ചോദിക്കല്ലേ, എനിക്ക് വിഷമം വരൂലേ. അപ്പൊ ആദ്യം ഇങ്ങനെ കഴിയാനായോന്ന് ചോദിച്ചാൽ എനിക്കാണെങ്കിൽ അവർ വിചാരിക്കില്ല ആദ്യം ഞങ്ങളോടൊന്നും സംസാരിക്കുന്നില്ല. പിന്നെ ആദ്യന്റെ ഫാഷൻ ഷോ കാണാനൊക്കെ അപ്പൊ ആരും വരൂല. ഈശ്വര ഒന്നും പറയില്ലല്ലോ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ കൊച്ചി. ഹായ് ഹായ്. ആറ്റിറ്റ്യൂഡ് ഒന്ന് കാണിച്ചേ. ഇതാണ് ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ പുതിയ ആറ്റിറ്റ്യൂഡിലേക്ക് കിടക്കാണ്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാനെന്തിനാ വന്നതാ? എന്തിനാ താല്പര്യമില്ലാത്ത? മിഠായി തന്ന താല്പര്യം വരുവോ? സത്യമാണോ? എന്നാ മിഠായി തരാ, പക്ഷെ ഇങ്ങനെ കിടക്കുന്നവർക്കൊന്നും ഞാൻ മിഠായി എടുക്കൂല. അയ്യോ ഡ്രസ്സൊന്നും കാണുന്നില്ലല്ലോ പില്ലോ വെച്ചിട്ട്. കാണണ്ട. ഷോ കഴിക്കാം. ഇല്ല ഇത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഷോ തുടങ്ങുന്നുള്ളൂ. തുടങ്ങാം. മിഠായി ഇട്ട് ഹാപ്പി ആയോ? ആണോ? ഞാൻ പറ്റേ വണ്ടിയിൽ സ്ഥലമുണ്ടോ? ഞാൻ സൈഡിൽ. ഓ കാറ് ജീപ്പ് ലോറി ഒക്കെ ഓടിക്കാറിയാം. നമുക്ക് ലോറി പോയാലോ? അതാകുമ്പോ കാറ് ബാക്കിൽ കയറ്റി കൊണ്ട്. ആണോ? എന്നെയും കൂട്ടോ? ഞാൻ ഇപ്പഴത്തെ ലംബോർഗിനിന്റെ സൈഡിലിരിക്കാം. ആ ബാക്കിലല്ല, സൈഡിലിരിക്കണം. എനിക്ക് അതുകൊണ്ട് എടുത്തിരിക്കണം. കാർ ഓടിക്കാനാണോ ഇഷ്ടം? തീയോ? പടക്കം പൊട്ടിക്കുമ്പോ എന്നെ കൊണ്ടോ? എനിക്കില്ലേ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. എന്തുകൊണ്ടാ? ചെരുപ്പ് എന്തിനാ? എന്നെ അറിയാനാണ്. ആ ഉണ്ട്. അപ്പൊ നമുക്ക് മിനി കൂപ്പറിൽ ചെല്ലുമ്പോ നമുക്ക് ഇടാം. ചെരുപ്പ് ഇട്ടില്ലെങ്കിൽ മിനി കൂപ്പറിൽ കയറാൻ പറ്റില്ലേ? ഇല്ല. അപ്പൊ മിനി കൂപ്പറില്ലേ അഴുക്കാവൂല, അത് പുതിയതാ, തുടച്ചെഴുന്നയാ. ആണോ? അപ്പൊ എന്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. അപ്പൊ മിനി കൂപ്പറിൽ കയറാൻ എന്താ ചെയ്യാ? പുതിയ ചെരുപ്പ് വാങ്ങിച്ചാലോ? ഇതിന്റെ അപ്പുറത്തോലെ ക്രോക്സ് സർവീസ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി ഒരു പുതിയ ക്രോക്സ് വാങ്ങിച്ചു തരുമോ? എന്തൊരു സ്നേഹ അതിന്. അത് കൊറേ ഞാൻ കണ്ടായിരുന്നു നിങ്ങളുടെ ചെരുപ്പ്. കണ്ടോ? ഏത് കളറാ എന്റെ ചെരുപ്പ് എന്നാ പറ, മനസ്സിലായി നോക്കട്ടെ. പിങ്ക് ആണോ എന്റെ ചെരുപ്പ്? എവിടുന്ന കണ്ടേ? എങ്ങനെ മനസ്സിലായി? ആണോ? എന്റെ ചെരുപ്പാന്ന് എങ്ങനെയാ മനസ്സിലായേ? ഇത് വെച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിന്റെ ഡ്രസ്സ് ആരും കാണില്ല. സൂപ്പർ ഡ്രസ്സാ. എന്റെ ഒരു ഭംഗിയില്ലാത്ത ഡ്രസ്സല്ലേ ഇത്, ആര് കാണാനാ? ഞാനല്ലല്ലോ മോഡല്. എന്നാ ഞാൻ മാറ്റി വെച്ച്. അപ്പോഴോ? ഇത് വീടുണ്ടാക്കാൻ പോവാ? ഇത് വെച്ചിട്ടൊന്നും വീടുണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് വേറെ സാധനം മേടിക്കാം. ആ വീടുണ്ടാക്കിയിട്ട് സംസാരിച്ചാ മതി. അത് എടുത്തുതരാം ഞാൻ. ഓ അതും കൂടെ എടുത്തുതരാം. പക്ഷെ വീടുണ്ടാക്കുമ്പോ എന്നോട് സംസാരിക്കോ? ഓക്കെ. എനിക്ക് വീടുണ്ടാക്കാൻ അറിയാം. ഇത് എന്നോട് സംസാരിക്കുന്നൊന്നുമില്ല. എന്നോട് സംസാരിക്കും പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതൊക്കെ എടുത്തു തന്നെ. ആദ്യം വീടുണ്ടാക്കി, ഇപ്പൊ ബെഡ് ഉണ്ടാക്കി. എനിക്ക് അതിനോട് കുറെ സംസാരിക്കാനൊക്കെ ഉണ്ട്. ഞാൻ അതിനല്ല എന്റെ വീട്ടിൽ നിന്ന് ഇത്ര ദൂരം വന്നേ. അയ്യോ വേണ്ട വേണ്ട വേണ്ട, അവിടെ ഇരുന്നാ മതി. പോണ്ട. വീടുണ്ടാക്കാനുള്ള സാധനം ഞാൻ തരാം. എന്നാ വീടുണ്ടാക്കാൻ വേഗം ലോഡ് വന്നിട്ട് ഇറക്കി വെക്ക്. വീടുണ്ടാക്കാനുള്ള സാധനം അവിടെ കൊണ്ട് വെച്ചു. അടുത്ത ലോഡ് തരാം. വേഗം ഫാസ്റ്റ് ആയിട്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ, ബാക്കി സ്റ്റോക്ക് വരുമ്പോ തരാം. ഇത് വെച്ച് വീടുണ്ടാക്കിയാൽ മതിയേ. ഇത് കുഞ്ഞു വീടാ. നേരത്തെ നമ്മള് വലിയ വീടുണ്ടാക്കിയില്ലേ?
ആ ഇപ്പൊ സെറ്റ്. ഇപ്പൊ ഒരു അടിപൊളി വീടായി. നേരത്തെ ഉണ്ടാക്കിയതിനെക്കാട്ടും കുറച്ചും കൂടെ സൂപ്പർ ആയിണ്ടല്ലോ. അപ്പൊ ആദ്യന്റെ വീട് ആദ്യം പറഞ്ഞ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണോ? ആണല്ലേ. ആ എനിക്കും തോന്നി. അപ്പൊ അതും എഞ്ചിനീയർ ആവണോ, വീടുണ്ടാക്കുന്ന ആളാവണോ, അല്ലെങ്കിൽ മോഡലിംഗ് ആണോ? ഒരെണ്ണം കൂടെ ഇപ്പൊ ചെയ്യണ്ടേ? ഇപ്പൊ നമ്മൾ 2 വീട് ഉണ്ടാക്കിയില്ലേ? ഒരെണ്ണം കൂടെ എടുത്ത എനിക്കാണ് ഈ വീട് ഇനി പൊളിക്കരുതേ. ഈ വീട് പൊളിച്ചാൽ പിന്നെ വീടുണ്ടാക്കാൻ പറ്റില്ല. അടിപൊളി അടിപൊളിയല്ലേ? അല്ല അങ്ങനെയല്ല വെക്കണ്ട. അങ്ങനെ എഴുതാലേ നമ്മള് കണ്ണാടി ഓടുന്നു. അങ്ങനെ വെച്ചിട്ട് അതൊന്നും എടുത്ത് കണ്ണിൽ വെച്ച് നോക്കട്ടെ. കണ്ണിൽ വെക്കുന്നില്ല? ഇഷ്ടല്ല കണ്ണട വെക്കാൻ ഇപ്പൊ? ആ എന്നാ വെക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് മിനി കൂപ്പർ എടുക്കാൻ പോണ്ടേ? ഏത് കളറാ വേണ്ടേ? കളർ ഫിക്സ് ചെയ്തോ? മിനി കൂപ്പർ അതുമാണോ ഓടിക്കണേ? അതിന്റെ അടുത്ത് ആരാ ഇരിക്കാൻ പോണേ? ആരും ഇരുത്താന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ? പിന്നെ ഞാൻ എന്റെ അടുത്ത് പുതിയ ചെരുപ്പ് വാങ്ങി തരാന്നൊക്കെ കുറച്ച് മുന്നേ പറഞ്ഞതോ? ആ എനിക്ക് അതിന്റെ അടുത്ത് ഇരിക്കണം. പുതിയ പിങ്ക് കളർ ക്രോക്സ് വാങ്ങിച്ചു തരാന്നൊക്കെ പറഞ്ഞല്ലേ? അതിൻ്റെതൊന്നും അല്ല, അത് പൊട്ടിയത്. എനിക്ക് പുതിയത് അത് വാങ്ങിച്ചു. എന്നാ ഓക്കെ, ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. കൊണ്ടുപോകുന്നില്ലേ? ഞാൻ 2 മിഠായി ഒക്കെ തന്നിട്ട് വീട് വെക്കാൻ ഞാനല്ലേ സാധനം ഇറക്കി തന്നെ, ലോഡൊക്കെ ഇറക്കി തന്നെ ഞാനല്ലേ. അത് മറന്നുപോയോ? പെണ്ണുങ്ങളെ ലോഡ് വെക്കാറായിട്ടുണ്ടല്ലോ. ആണുങ്ങൾ പെണ്ണുങ്ങളെ ലോഡ് ഇറക്കാൻ പാടില്ലേ? ആണുങ്ങളാണോ? ആണോ? പെണ്ണുങ്ങൾ ജോലി എടുക്കുന്നു. പെണ്ണുങ്ങൾ ജോലി. അപ്പൊ പെൺകുട്ടി എന്താ മോഡലിംഗ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റുമോ? ഇല്ല, അതും പറ്റൂല. കുഞ്ഞു പിള്ളേർക്കേ പറ്റത്തുള്ളൂ. കുഞ്ഞു പിള്ളേർക്കേ പറ്റുള്ളൂ. ഞാനും കുഞ്ഞിക്കുട്ടിയല്ലേ? അല്ല, ഉമ്മയ്ക്കും പാപ്പയ്ക്കും പറ്റും. ഉമ്മയ്ക്കും പാപ്പയ്ക്കും പറ്റും. എനിക്ക് മോഡലിംഗ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദുവിന്റെ അടുത്ത് മോഡലിംഗ് പഠിക്കാനാണ് ഇത്ര കഷ്ടപ്പെട്ട് വന്നത് തന്നെ. എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞല്ലോ ആദു മോഡലിങ്ങിന്റെ പോസൊക്കെ പറഞ്ഞു തരുമെന്ന്. അപ്പൊ എനിക്ക് മോഡലിംഗ് ചെയ്യാൻ പറ്റില്ല? ഇല്ല, എനിക്ക് വിഷമായി. ഇനി അങ്ങനെ പറഞ്ഞേ. അതിനകത്തൊന്നും കൈയിടാൻ പാടില്ല. ഡ്രസ്സിന്റെ ഭംഗിയൊക്കെ പോട്ടോ. പിയാനോ ഒക്കെ തരൂ. എനിക്ക് ഇത് പറഞ്ഞ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല. അത് എവിടുന്ന ഡ്രസ്സ് എടുക്കുന്നേ? എന്ത്? അത് ചാർജ് ആയില്ലല്ലോ. ചാർജ് ആവട്ടെ. ഇങ്ങനെ സൗണ്ട് നോക്കിട്ടോ. സെന്ററിൽ ഇത് പോയപ്പോ എന്താ കഴിക്കാൻ കിട്ടിയേ? എന്നെ കൂട്ടാതെ പോയിട്ട് മിഠായി കഴിച്ചല്ലേ? നേരത്തെ ഞാനൊരു മിഠായി തന്നു, അതും എനിക്ക് തന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വാപ്പി ഒന്ന് മിഠായി തന്നു, അതും എനിക്ക് തന്നില്ല. വേഗം കഴിച്ചോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വരും. വേഗം കഴിച്ചോ, ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും നോക്കട്ടെ. ഞാൻ 5 വരെ എണ്ണ, അതിനുള്ള കഴിക്കാൻ പറ്റും നോക്കണേ. 1 2 3 4 5 ആയി. കഴിച്ചു കഴിഞ്ഞില്ല? 5 ആയപ്പോഴത്തേ കഴിച്ചു കഴിഞ്ഞു. ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. അതൊരു കുറേ ഫാൻസ് ഉണ്ടല്ലോ. മാജിക് ആണോ? മാജിക് ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ കുറേ ഫാൻസ് ഉണ്ട്. എൻ്റെ അടുത്ത് കുറേ പേര് പറയാ ആദുവിനെയാണോ ഇന്റർവ്യൂ ചെയ്യാൻ പോണെന്ന്. ഞങ്ങളും വരാൻ. ഞാനാരെയും കൂട്ടിയിട്ടില്ല. അതിന് പുറത്തുനിന്ന് കാണുമ്പോൾ ആൾക്കാർ അയ്യോ അങ്ങനെ ചോദിക്കല്ലേ, എനിക്ക് വിഷമം വരൂലേ. ആദുവിന്റെ സംസാരം കേൾക്കാൻ എത്ര ആൾക്കാരെ വെയിറ്റ് ചെയ്യുന്നതെന്നറിയോ? വീണ്ടും പറ്റുമോ? അപ്പോൾ ആദു ഇങ്ങനെ കഴിയാനായോ എന്ന് ചോദിച്ചാൽ എനിക്കാണെങ്കിൽ അവർ വിചാരിക്കില്ല ആദു ഞങ്ങളോടൊന്നും സംസാരിക്കുന്നില്ല എന്ന്. പിന്നെ ആദുവിൻ്റെ ഫാഷൻ ഷോ കാണാനൊക്കെ അപ്പോൾ ആരും വരില്ല. എല്ലാവരും വരണമെങ്കിൽ നമ്മൾ എല്ലാവരോടും സംസാരിക്കണ്ടേ? ഒന്ന് ക്യാമറയിൽ നോക്കി പറഞ്ഞാൽ അടുത്ത ഷോന് എല്ലാവരും വരണം എന്ന് പറയും. അടുത്ത ഷോന് ആദുവിൻ്റെ അടുത്ത ഷോ കാണാൻ എല്ലാവരും വരണം എന്ന് പറയും. അപ്പോൾ ആദുവിൻ്റെ കുറേ ഫാൻസ് ഉണ്ടാവും കൈയടിക്കാൻ. പറ, ക്യാമറ നോക്കി പറ. ഈശ്വര, ഉറങ്ങാണോ? ഇന്നലെ രാത്രി ഉറങ്ങിയില്ല ആദു? അപ്പോൾ മോഡലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ രാത്രി ആകുമ്പോൾ ഇങ്ങനെ ഉറക്കം വരുമോ ആദുവിന്? ഈശ്വര, ഒന്നും പറയില്ലല്ലോ. എന്നെ ഉമ്മി ചീത്ത പറയും. ഉമ്മി പറഞ്ഞിട്ടുണ്ടോ അതെന്താന്നറിയോ? എന്റെ വീട്ടിൽ ഇതുപോലെ ഒരു വാവുണ്ട്, എന്നെ കടിച്ചതാ. എന്താല്ലേ? എന്താ ഹൈറാന്ന് പറഞ്ഞ കടിക്കുന്ന വാവയുണ്ടോ വീട്ടില്? ആണോ? അതിനെ കടിക്കലുണ്ടോ ഹൈറ? ഉണ്ട്. ഹൈറേനെ പോലെ ഒരു വാവുണ്ടല്ലോ എന്റെ വീട്ടില്. എന്റെ വീട്ടിലേക്ക് വരുന്നോ?
അതുപോലത്തെ ഒരു പേരുണ്ടോ? പേര് ജാൻവി. ഗൈസ് ആരും തെറ്റിദ്ധരിക്കരുത്, എൻ്റെ വാവയല്ല, എൻ്റെ ചേച്ചീൻ്റെ കുട്ടിയാണ്. എൻ്റെ വീട്ടിലേക്ക് വരുന്നോ? ഞാൻ കൊണ്ടോട്ടെ? വേണ്ട. നമുക്ക് ജാൻവിയെ കണ്ടിട്ട് തിരിച്ചു വരാം. വേണ്ട. വേണ്ട? വാപ്പിൻ്റെ കൂടെയാണോ നിൽക്കണേ? വാപ്പിക്ക് ഒരു ഉമ്മ കൊടുക്കാം, അത് ഞങ്ങൾ എടുക്കാം. വാപ്പി ഇത് അതാരാ? അതാരാ? ഹൽക്കാരാ? മസിൽമാനാണോ? നോക്കട്ടെ, മസിൽമാനെ ഹൽക്ക് മസിൽമാനെ കാണട്ടെ. ഇനി വീടുണ്ടാക്കണ്ട. ആ വാപ്പി മോനൊന്ന് സ്റ്റൈലായിട്ട് ഇരുന്നേ. അതിന് പിയാനോ വായിക്കാൻ ആരാ പഠിപ്പിച്ചതെന്ന് അത് പറയും നോക്കട്ടെ. പിയാനോ വായിക്കാൻ അറിയാൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാ. ഇത് തന്നെ പഠിച്ചതാ. ഒക്കെ തന്നെ പഠിക്കൂ. എനിക്ക് ഇപ്പം വേണം. സൈത്താങ്കളോ എന്നെയാണോ പറഞ്ഞു? ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മിനി കൂപ്പർ എടുക്കാൻ പോവാൻ. ഞാൻ എന്റെ അമ്മേനോടൊക്കെ പറഞ്ഞു എന്നോട് കൊണ്ടുപോകാന്ന് പറഞ്ഞ ഞാൻ എന്റെ അമ്മേനോടൊക്കെ വിളിച്ചു പറഞ്ഞു അതിന്റെ കൂടെ മിനി കൂപ്പർ എടുക്കാൻ പോവാ. ഞാനല്ലേ 2 മിഠായി ഇനി മിഠായി പിയാനോ എൻ്റെ അടുത്ത് മിഠായി തന്നാലും സംസാരിക്കാന്ന് പറഞ്ഞില്ല, എന്നിട്ട് സംസാരിച്ചില്ലല്ലോ. വീടുണ്ടാക്കി തന്നാൽ സംസാരിക്കാന്ന് പറഞ്ഞില്ല, എന്നിട്ട് സംസാരിച്ചില്ലല്ലോ. എന്നാ അത് ഹലോ എന്ന് പറഞ്ഞു നോക്കാം, അവിടെ ഉള്ള ആൾക്ക് കേൾക്കാം. ഹലോ എന്ന് പറഞ്ഞോ, പോയിട്ട് ഇവിടുന്ന് പറഞ്ഞോ. ആ ഓണാ ഹലോ പറഞ്ഞോ. ആ കേൾക്കുന്നുണ്ട് അവിടെ, കണ്ടോ? ആ നോക്കിയതുണ്ടോ? ഒന്നും കൂടെ വരുമോ? ഹലോ ഹലോ. ഇല്ല ഇല്ല. ഹലോ ഹലോ. അവിടെ കേട്ട അതിന്റെ സൗണ്ട്. വീടൊക്കെ പൊളിക്കുക. അയ്യോ ഇപ്പൊ ക്യാമറ കാണുമോ? എനിക്ക് ബിരിയാണി വേണം. ബിരിയാണിയോ? പിയാനോ അന്ന് അവിടെ ഇരുന്നോ, ഞാൻ വീട്ടിൽ കൊണ്ടുപോകാം. ജാൻവിന്റെ കൂടെ കളിക്കാൻ പറ്റും. ഇല്ല. പോന്നോ? ഞാൻ പോകുന്നില്ല. കഴിഞ്ഞോന്നോ? ഇല്ലോ. എൻ്റെ അടുത്ത് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നറിയോ? ഓരോരുത്തർ എഴുതിയിട്ട് പറഞ്ഞ ഇത് അതുവിനോട് ചോദിക്കണേ, ഇത് അതുവിനോട് പറയണേ. കൊറേ നേരമായിട്ട് എന്നോടൊന്നും സംസാരിച്ചില്ലല്ലോ. അതിന്റെ കൊറേ ഫാൻസ് ഇല്ല. അന്ന് എന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വരുമോ? വരുമോ? പിയാനോ ഇതുവരെ വിട്ടില്ലേ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.